ഹലോ ഗൈസ്, ഗ്രീൻ ഓട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് വളാഞ്ചേരിയിൽ നിന്ന് കൊപ്പത്തേക്ക് പോകുന്ന റോട്ടിൽ നമ്മുടെ നിസാർ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള അല്ലമീൻ ഓട്ടോ കൺസൾട്ടൻസിയിലാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം വണ്ടികൾ, യൂസ്ഡ് വണ്ടികൾ കൊടുക്കാനായിട്ട് കിടക്കുന്നുണ്ട്, ഓട്ടോറിക്ഷകൾ. അപ്പോൾ യൂസ്ഡ് ഓട്ടോറിക്ഷ തപ്പി നടക്കുന്ന എല്ലാ നമ്മുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. നേരെ നമ്മുടെ ഇന്നത്തെ കളക്ഷനിലെ ആദ്യത്തെ വണ്ടിയാണ് നമ്മൾ കാണിക്കുന്നത്. വിയാജിയോൻ്റെ ആപ്പയാണ്. ഒരു വലിയ വണ്ടി നോക്കാൻ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ്. അത്യാവശ്യം ബോഡിയൊക്കെ ഇറക്കി ഫുള്ള് പണി കഴിപ്പിച്ച് നിർത്തിയിട്ടുള്ള വണ്ടിയാണ്. സീറ്റ് വർക്കായാലും വുഡ് വർക്കായാലും ഇൻറ്റീരിയർ കാര്യങ്ങൾ, ഇവിടെ നമ്മുടെ ഇൻറ്റീരിയറൊക്കെ എക്സ്ട്രാ നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നോർമൽ വർക്കല്ല, അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വർക്ക് തന്നെയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് സീറ്റൊക്കെ ചെയ്തിട്ടുള്ളത്. ഫുൾ കംപ്ലീറ്റ് പാച്ച് വർക്കൊക്കെ തീർത്ത് പെയിന്റിംഗ് ഒക്കെ കഴിച്ച് നിർത്തിയിട്ടുള്ള KL54 രജിസ്ട്രേഷൻ, നമ്മുടെ പൊന്നാനി രജിസ്ട്രേഷനിൽ നിൽക്കുന്ന 2014 മോഡൽ വണ്ടിയാണ് ഇത്. വലിയ വണ്ടി, വലിയ പാസഞ്ചർ വണ്ടി, ഓട്ടോറിക്ഷ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ്. വുഡൊക്കെ നോക്കിയാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ലൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ലോക്കൽ പണികളൊന്നുമല്ല, കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. 2014 മോഡൽ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 2,10,000 10 മാസം വരെ പേപ്പർ ഉണ്ട് നിലവിൽ. ഗ്ലാസിന്, മെയിൻ ഗ്ലാസിനൊക്കെ ചെറിയ കൂളിംഗ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള വണ്ടി തന്നെയാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. അത് നമ്മൾ ബജാജിൻ്റെ അല്ല, ആ ഒരു കാറ്റഗറിയിൽ തന്നെ പെട്ട കുട്ടി ഡീസൽ തന്നെയാണ്. നമ്മുടെ TVSൻ്റെ ഡീസൽ വണ്ടിയാണിത്. ചെറിയ പാസഞ്ചർ വണ്ടി. TVSൻ്റെ ആദ്യം വന്നിട്ടുള്ള മോഡലാണ് ഈ ഒരു വണ്ടി. അപ്പോൾ എന്തായാലും TVS എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റി എന്തായാലും വണ്ടിക്ക് ഉണ്ടാവും, എഞ്ചിനും കാര്യങ്ങളും ഒക്കെ. നമ്മുടെ വലിയ വണ്ടിയുടെ ഒരു ഏകദേശം സൗണ്ട് എഞ്ചിനാണ് വരുന്നത്. എന്നാലും കുഴപ്പമില്ല, നല്ല വണ്ടി തന്നെയാണ്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. നമ്മുടെ ബജാജിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 2017 മോഡലാണ് ഈ ഒരു വണ്ടി നിൽക്കുന്നത്. KL46 രജിസ്ട്രേഷനിലാണ്. ഇതും കംപ്ലീറ്റ് പാച്ച് വർക്കൊക്കെ തീർത്ത് പെയിന്റിംഗ് ഒക്കെ കഴിച്ചിട്ടുള്ള വണ്ടിയാണ്. പുതിയ സീറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു സീറ്റൊക്കെ കമ്പനിക്ക് വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 75,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. അതുപോലെ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വണ്ടി എടുത്താൽ 2017 ആയതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് നമുക്കൊരു 2 വർഷം കൂടെ കിട്ടും. 2 വർഷം കൂടുമ്പോൾ ബ്രേക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. അടുത്തത് 2012 മോഡലിൽ നിൽക്കുന്ന ബജാജിൻ്റെ കുട്ടി ഡീസൽ KL26 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന 2013 മോഡൽ വണ്ടിയാണ്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. പെയിന്റിംഗ് ഒക്കെ തീർത്ത് പാച്ച് വർക്ക് ഒന്നും ഇല്ലാത്ത ഒക്കെ കംപ്ലീറ്റ് കഴിച്ച് നിർത്തിയിട്ടുള്ള വണ്ടിയാണ്. പൊടി അടുത്തുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല സീറ്റ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി എടുത്ത് കൊണ്ടുപോകാൻ ഓടുക, അത്ര ആവശ്യമുള്ളൂ. ഇതിന് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ അവരെന്നെ കൊടുത്തിട്ടുണ്ട്. സൈഡ് ബമ്പർ കാര്യങ്ങൾ, വീൽ കപ്പ്, ബാക്ക് ബമ്പർ. അതുപോലെ എടുക്കുന്നവർക്ക് നല്ലൊരു ഇതാണെന്ന് വെച്ചാൽ TVSൻ്റെ പുതിയൊരു ടയർ തന്നെ കൊടുത്തിട്ടുണ്ട്. റീസോൾ ചെയ്ത കാര്യങ്ങളൊന്നുമല്ല, പുത്തൻ പുതിയ ടയറാണ്. 2012 മോഡൽ നിൽക്കുന്ന ഈ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1,25,000 നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. പുതിയ പേപ്പർ എടുത്ത് കൊടുക്കുന്നതാണ്. 1 വർഷത്തെ പേപ്പർ പുതിയതായിട്ട് കിട്ടും. ഞാൻ ആദ്യം ഇതിലൊന്നും ഇരിക്കട്ടെ. ഇതിൻ്റെ സീറ്റ് കണ്ടപ്പോൾ ഇരിക്കാനൊരു പൂതി. നല്ല അടിപൊളിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുള്ളൊരു സീറ്റ്. അതിൻ്റെതായിട്ടുള്ള ഒരു സോഫ്റ്റ്നെസ് ഒക്കെ കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, ഇരിക്കാനും ഉണ്ട്. അപ്പോൾ ഇത് ഫുള്ള് പണി കഴിപ്പിച്ച് നിർത്തിയിട്ടുള്ള 2013 മോഡൽ നിൽക്കുന്ന നമ്മുടെ KL55 തിരൂർ രജിസ്ട്രേഷനിൽ തന്നെ വിൽക്കുന്ന വണ്ടിയാണ്. പറയുകയാണെങ്കിൽ ഇതിനൊരു പ്രത്യേക ഡിമാൻഡ് ഉണ്ട്. KL55 MA വണ്ടികൾക്ക് ഒരു പ്രത്യേക ലുക്കാണെന്നാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു പറച്ചിൽ. അപ്പോൾ അതിൻ്റെതായ ഒരു വൃത്തി എന്തായാലും വണ്ടിക്ക് കാണുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് വണ്ടിയാണ് KL55 M 2013 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഈ ഒരു വണ്ടി. ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1,35,000 നെഗോഷ്യബിൾ ആണ്. ഫുള്ള് പുതിയ പേപ്പർ എടുത്ത് കൊടുക്കുന്നതാണ്. ഫുൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യേണ്ട, നേരെ കൊണ്ടുപോയി ഓടുക, അത്ര ആവശ്യമുള്ളൂ. നമുക്ക് ഹാൻഡിലാണെങ്കിൽ എക്സ്ട്രാ ഒരു പോളിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്പോഞ്ചിൻ്റെ. ഇനി എക്സ്ട്രാ ഒന്നും ചെയ്യാനില്ല. എല്ലാ സംഭവങ്ങളും കഴിച്ച് നിർത്തിയിട്ടുള്ള നല്ലൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് വണ്ടിയാണ്. ഒരുപാട് വണ്ടികൾ ഇനിയും നമുക്കിവിടെ വരാനുണ്ട്. നിലവിൽ നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അത് പോയി. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരും. നമ്മുടെ ചാനൽ എപ്പോഴും നിങ്ങളൊന്ന് നോക്കുക, കാരണം യൂസ്ഡ് ഓട്ടോറിക്ഷ എടുക്കാൻ പറ്റുന്നവർക്ക് പറ്റിയൊരു വീഡിയോസാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് വളാഞ്ചേരിയിൽ നിന്ന് കൊപ്പത്തേക്ക് പോകുന്ന റൂട്ടിൽ നമ്മുടെ നിസാർ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ.